ഒരുപക്ഷെ സ്നേഹ ചിന്തിച്ചിട്ടുണ്ടോ കലാമണ്ഡലം ഉള്ളതിനേക്കാൾ അവർക്ക് വേണ്ടത് ബോധമണ്ഡലമാണെന്ന്? ഇതിപ്പോൾ എന്താ അറിയാമോ, ഇപ്പം എൻ്റെ ഗുരുക്കന്മാരൊക്കെ കലാമണ്ഡലത്തിൽ നിന്നുള്ളവരാണ്. ഓക്കെ. ഇപ്പം അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നത്, കലാമണ്ഡലത്തിൽ ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോയി, എനിക്ക് ഡാൻസിന് അഡ്മിഷൻ കിട്ടിയില്ല, ഞാൻ ഓട്ടംതുള്ളലിന് ചേർന്നു, എന്നിട്ട് അവിടെ തുള്ളലാണ് പഠിച്ചത്, എന്ത് തുള്ളലാണ് പഠിച്ചത്. ഇതൊക്കെ ഒരാളെപ്പറ്റി അറിയാതെയാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും കലാമണ്ഡലത്തിൽ അഡ്മിഷന് വേണ്ടി പോയിട്ടില്ല. ഞാൻ അവിടെ ഡാൻസ് എനിക്ക് കോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഞാൻ പോയിട്ടില്ല. ഞാൻ അവിടെ നിന്നല്ല ഓട്ടംതുള്ളൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറിയാത്ത കാര്യം ഇവർ പറയുന്നത്? എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഒരാളോട് നമ്മൾ എന്ത് മറുപടി പറയും? എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഞാൻ ഓട്ടംതുള്ളലും കഥകളിയും ഇപ്പോഴും പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. എന്ന് വെച്ച് ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ലല്ലോ. ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുന്ന രീതികൾ നമുക്ക് നിലവിലുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കലാമണ്ഡലത്തിൽ നിന്നുള്ള എൻ്റെ ഗുരുക്കന്മാരുടെ വീട്ടിൽ പോയി ഞാൻ പഠിച്ചു. 8 വയസ്സ് മുതൽ ഓട്ടംതുള്ളലും 5 വയസ്സ് മുതൽ കഥകളിയും ഞാൻ പഠിച്ച ഒരാളാണ്. അതിപ്പോഴും പെർഫോം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഓട്ടംതുള്ളലിനെ എടുത്തു പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ 8 വയസ്സ് മുതൽ പഠിക്കുന്നത് ഇന്ത്യൻ കൾച്ചറൽ മിനിസ്ട്രിയുടെ സ്കോളർഷിപ്പോടുകൂടി CCRT സ്കോളർഷിപ്പോടുകൂടി പഠിച്ച ഒരാളാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ പ്രബന്ധം, ഏറ്റവും നല്ല തുള്ളൽ പ്രബന്ധമായിട്ട് എൻ്റെ തുള്ളലിലെ താള സംസ്കൃതി എന്ന വിഷയത്തിൽ ഞാൻ എഴുതിയ പ്രബന്ധം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല തുള്ളൽ കലാകാരെ തിരഞ്ഞെടുക്കുന്ന ഇതിൽ ഒരു തവണ എന്നെയാണ് അവർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പറയുന്ന കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ ഞാൻ ഓട്ടംതുള്ളൽ കളിച്ചിട്ടുണ്ട്. കിട്ടിയ അംഗീകാരങ്ങൾ ചെറുതല്ല, ഒരിക്കലല്ല. ഇതെന്തറിയോ, ഇതൊന്നും ഞാൻ ഇങ്ങനെ പറഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ ഇതാണ് ഞാനെന്ന് എനിക്ക് പറയേണ്ടി വന്നതാണ്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതെല്ലാം വന്നു. അതെ, ഒരു പ്രൊമോഷന്റെ ആവശ്യമില്ല. ഇല്ല, അതൊരു സത്യമാണ്. അതായത് ഇപ്പം പിന്നെ അവർ പറയുന്നത് ഞാൻ പഠിച്ച വിഷയത്തിലല്ലല്ലോ ഉപജീവനം. അവർ പറയുന്നത് ഞാൻ തുള്ളലാണ് പഠിച്ചത്, അതുകൊണ്ട് അതിൽ ഉപജീവനം. എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത്, എൻ്റെ ക്വാളിഫിക്കേഷൻ MA ആൻഡ് MPhil ഇൻ തിയേറ്റർ ആർട്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ഉപജീവനം നടത്തുന്നത്. അഭിനയം എന്ന വിഷയത്തിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അല്ല സ്നേഹ, അവര് പറയുന്ന കേട്ട് സ്നേഹ ജീവിക്കണമെന്ന് പറയുന്നത് അത് ഇവിടുത്തെ ന്യായമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അവര് പറയുന്ന കേട്ട് സ്നേഹ എന്നല്ല, ഈ ലോകത്തെ ഒരു മനുഷ്യനും ജീവിക്കേണ്ട കാര്യമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള ഉപജീവന മാർഗം തിരഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും അക്കാഡമിക്കലി പോയിട്ട് എന്നാൽ ഇന്നൊന്ന് ബിസിനസ് പഠിച്ചേക്കാം, നാളെ മുതൽ ബിസിനസ് ചെയ്യാം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി, എന്നെ കൊണ്ടത് സാധിക്കുമെന്ന് തോന്നി. 2 വർഷമായി ഞാൻ സക്സസ്ഫുള്ളി തന്നെയാണ് എൻ്റെ ബിസിനസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ ഉയർച്ചയുടെ ഒരു സമയത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതെ. അപ്പോൾ അത് നമ്മൾ പുതിയ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്യാണ്. ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത് ഓൺലൈൻ സ്റ്റോറാണ്, ക്ലോത്തിങ് സ്റ്റോറാണ്, സാരീസാണ് കൂടുതൽ. അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു. നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നു. ഉടനെ തന്നെ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ആവുന്നു. ഇതെല്ലാം ഗ്രാൻഡ് ലോഞ്ചിങ്ങിന് വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത്? ഞാൻ തോറ്റുപോയി എന്ന് എനിക്ക് തോന്നും വരെ ഞാൻ തോറ്റിട്ടില്ല. അവരെ ഭയമില്ല. എനിക്ക് അവരെ എന്നല്ല, ഈ ലോകത്ത് ആരെയും ഭയമില്ല. കാര്യം എന്താ അറിയാമോ, ഇപ്പോൾ ഞാൻ ഈ പ്രതികരണം എൻ്റെ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ വന്നു കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിച്ചു, സ്നേഹ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുമോ, ഇത്രയും പക്വതയുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാവരുടെ മുമ്പിലും ചിരിക്കുന്ന അല്ലെങ്കിൽ തമാശ പറയുന്ന ഒരാൾ മാത്രമായിരുന്നു ഞാൻ. പക്ഷേ വേണ്ട സമയങ്ങളിൽ സീരിയസ് ആവാനും പ്രതികരിക്കാനും ഇതിനേക്കാൾ വലിയ പ്രതികൂല സാഹചര്യങ്ങൾ താണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അത്ര കഷ്ടപ്പാടിലൂടെ വന്നതാണോ സ്നേഹ? അല്ല, അതൊക്കെ അതായത് ഇപ്പം എന്താ പറയുക, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? അപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് 2 ഘട്ടമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. 2 ലൈഫുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഛായാമുഖി എന്ന് പറയുന്ന നാടകം ഞാൻ ചെയ്യുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. മറിമായത്തിനുമൊക്കെ മുമ്പ് നമ്മൾ ഏറ്റവും ആരാധിക്കുന്ന ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഒരു സീരിയലിൽ അഭിനയിക്കുന്നവരോട് ചോദിച്ചാൽ അവരുടെ 3 ആഗ്രഹങ്ങളിൽ ഒന്ന് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും കൂടെ അഭിനയിക്കണം എന്നുള്ളതായിരിക്കും. തീർച്ചയായിട്ടും. ഇത് ടെലിവിഷനും ഒക്കെ കാണുന്നതിന് മുമ്പേ ഞാൻ സ്റ്റേജിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അത് ലാലേട്ടനോടൊപ്പം. അതെ. അപ്പോൾ അതൊക്കെ അഭിനയം പഠിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ
എന്താ പറയാ, ഒരു ഭാഗ്യമാണ്. ഒരു ഭാഗ്യമാണ്. എനിക്ക് വലിയൊരു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതെ. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പാഠങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു റിഹേഴ്സൽ സ്പേസും. അതിൽ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ ഇപ്പം മേക്കപ്പിനാണെങ്കിൽ പട്ടണം റഷീദൊക്കെ ആയിരുന്നു. മനസ്സിലായില്ലേ? അത്തരം വലിയ പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും വലുത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡൗൺ ആയിട്ടുള്ള സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുകയോ അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരാളല്ല ഞാൻ. അങ്ങനെ ഒരു സഹതാപം എനിക്ക് വേണ്ട. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ഇത്രയേ ഉള്ളൂ, ആര് വിചാരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ വിചാരിക്കണം ഞാൻ തോക്കണമെങ്കിൽ. എനിക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ സംഗതി എൻ്റെ ലൈഫിൽ വന്നാൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അവിടെ തളർന്നു പോകത്തില്ല, ഒരിക്കലുമില്ല. അത് ഞാൻ പറഞ്ഞ, എനിക്ക് 2 ഘട്ടമുണ്ട്. എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു, ഒരു മേജർ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അതുവരെയുള്ള ഞാനല്ല ആക്സിഡൻറ്റിന് ശേഷമുള്ള ഞാൻ എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഒരു പുതിയ ജന്മമായിരുന്നോ? അതെ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് വരെ എന്താ പറയുക, വാർത്തയിൽ വന്നൊരു ആക്സിഡൻ്റാണ്. ഛായാമുഖി എന്ന് പറയുന്ന നാടകത്തിൻ്റെ ആക്ടേഴ്സ് സഞ്ചരിച്ച ഒരു വാഹനം അപകടത്തിൽപ്പെടുകയും അതിൽ ഒരാൾ സ്പോട്ട് ഡെത്ത് ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം വേറെ ഞങ്ങളുടെ ഒരു ആക്ടർ നമ്മളെ വിട്ടുപോയി. അപ്പം നമുക്കും അത്രയ്ക്ക് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് നമുക്കുണ്ടായ കുറേ തിരിച്ചറിവുകളും നമ്മളുടെ ലൈഫിലുണ്ട്. അത് എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്ത് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം പലപ്പോഴും നമ്മളുടെ അടുത്ത് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരിക്കലും പറ്റില്ല. കാര്യം എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ ഈ അനുഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ ഞാൻ പോയ മെൻ്റൽ ഇത് മനസ്സിലാക്കാനോ ഉള്ള കഴിവില്ല. അത് കഴിവില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല രസകരമായി അവതരിപ്പിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലാണ്. അതെ, എനിക്ക് അങ്ങനെ പറഞ്ഞ് ഇതാക്കാനൊന്നും പറ്റില്ല. ഞാൻ കൂടുതൽ ആക്ഷൻ്റെ ആളാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആളാണ്. കൂടുതൽ സംസാരിക്കുന്ന ആളല്ല ഞാൻ.